വീണ്ടും ഒരു ഞായറാഴ്ച വന്നെത്തിയിരിക്കുകയാണ്. നമ്മൾ ഞായറാഴ്ച ദിവസങ്ങളിലാണ് കൂടുതലായിട്ടും ലോങ് വീഡിയോസ് എടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നൊരു ഞായറാഴ്ചയാണ്. പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത്. വിഷുവിന് വന്നതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിലെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞൊരു വ്ളോഗാണ്. വിഷു കഴിഞ്ഞു, ഇതാ കണിക്കൊന്നവരൊക്കെ ഈ ലെവലിലായിട്ടുണ്ട്. ഒരുപാട് പൂക്കളൊക്കെ ആൾക്കാരൊക്കെ പൊട്ടിച്ച് കൊണ്ടുപോയി വിഷുക്കണി വെക്കാനൊക്കെ ആയിട്ട് കുറേയൊക്കെ കൊഴിഞ്ഞു പോയി. എങ്കിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്ന് രണ്ട് പൂവൊക്കെ കാണാനുണ്ട് കേട്ടോ. കാലത്ത് എണീച്ചു, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അതിനുശേഷമാണ് അമ്മ പറഞ്ഞത് കുറച്ചധികം മുളകിരിക്കുന്നുണ്ട്, അത് കഴുകി വെയിലത്ത് കൊണ്ടുവിടണമെന്ന്. ഇപ്പം നല്ല വെയിലാണ്, അതുകൊണ്ട് തന്നെ ടെറസിൻ്റെ മുകളിൽ ഇട്ട് ഉണക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അമ്മ പറഞ്ഞതും ആ ഒരു ആവേശം മൂത്ത് ഉള്ള മുളകൊക്കെ എടുത്ത് ഞാൻ നല്ല അടിപൊളിയായിട്ട് കൈയൊക്കെ ഇട്ട് അലമ്പി നല്ല രീതിയിൽ തന്നെ കഴുകിട്ടോ. കഴുകി വെയിലത്തൊക്കെ കൊണ്ടുവന്നിട്ടു. അപ്പോഴൊന്നും എനിക്ക് വലിയ പ്രശ്നമൊന്നും ഫീൽ ചെയ്തില്ല. പക്ഷേ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും കൈ നന്നായിട്ട് ചുട്ടു നീറാനായിട്ട് തുടങ്ങി. ഒരു പൊക്കച്ചിലായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഇത്ര ആവേശത്തിൽ മുളക് കഴുകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് തോന്നിയത്, അങ്ങനെ വേണമെങ്കിൽ പറയാം കേട്ടോ. അത്രയും പുകച്ചിലായിരുന്നു. കുറേ അധികം വെളിച്ചെണ്ണൊക്കെ കൈമ തേച്ചപ്പോഴാണ് ആ ഒരു പുകച്ചിലൊന്ന് മാറി കിട്ടിയത് കേട്ടോ. വീട്ടിൽ ഒരു തെങ്ങ് മുറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഓലയൊക്കെ ചീന്തിയിട്ട് അമ്മ ഇതുപോലെ കുറേ അധികം ഈർക്കിളിയൊക്കെ ഒഴിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വെയിലത്ത് കൊണ്ടുവന്നിടാണ്. കാരണം ഈർക്കിളി വെയിലത്തിട്ട് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും കേടാവില്ല, ഒരുപാട് നാൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇവിടെ ഇപ്പോഴും മിറ്റടിക്കാനൊക്കെ ആയിട്ട് ഈർക്കിളി ചൂല് തന്നെയാണ് ഉപയോഗിക്കാറുള്ളത് കേട്ടോ. ഏകദേശം ഒരു 3 ചൂലൊക്കെ ഉണ്ടാക്കാനുള്ള ഈർക്കിളി ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് അവിടെ പരത്തിയിട്ടു. പിന്നെ ഞാൻ ചുറ്റും ഒന്ന് പരതി നോക്കിട്ടോ. എൻ്റെ വീട്ടിൽ കുറേ നാളുകളായിട്ട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ഒരു റംബൂട്ടാൻ മരമാണിത്. ഇതിങ്ങനെ ഭയങ്കര നീളത്തിൽ ആകാശമുട്ട വളർന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതുമേ ഇത്തവണ റംബൂട്ടാൻ ഉണ്ടായിട്ടുണ്ട്. കുറേ ഒന്നുമില്ലെങ്കിലും 2-3 കൊലകളാണ് ഉണ്ടായിട്ടുള്ളത്. ഒരെണ്ണമെങ്കിലും നമുക്ക് കഴിക്കാൻ പാകത്തിനായിട്ട് കിട്ടിയാൽ മതിയായിരുന്നു എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. എപ്പോൾ വരുമ്പോഴും ഞാൻ നോക്കാറുണ്ട് എന്തൊക്കെ പുതിയ കാഴ്ചകളാണ് നമ്മുടെ പറമ്പിലുള്ളതെന്ന്. പക്ഷേ ഇത്തവണ എനിക്ക് കിട്ടിയത് ഇതാണ് കേട്ടോ. അത്യാവശ്യം റംബൂട്ടാനൊക്കെ ഉണ്ട് നമുക്ക് വീട്ടിലുള്ളവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അധികം നേരം ടെറസിൽ നിന്ന് കഴിഞ്ഞാൽ ഞാൻ കരിഞ്ഞുണങ്ങി പോവും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് താഴത്തേക്ക് പോകണം കേട്ടോ. താഴത്ത് ചെന്നപ്പോഴേക്കും അമ്മ തിരുമ്പാനുള്ള തുണികളൊക്കെ എടുത്ത് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ അവിടേക്ക് പോയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ വാഷിംഗ് മെഷീൻ ഇല്ല, നമ്മൾ കൈ വെച്ചിട്ട് അലക്കലിലാണ് തിരുമ്പാറുള്ളത്. അപ്പോൾ ഞങ്ങൾ വന്നുകൊണ്ട് തന്നെ ഒരുപാട് തുണികളുണ്ടാവും തിരുമ്പാനായിട്ട്. അപ്പോൾ ഞാൻ ഉരുപ്പിഴിഞ്ഞ് കൊണ്ടുപോയിടും, അമ്മ തിരുമ്പി തരും. അങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. തിരുമ്പലൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ചേട്ടൻ വന്നിട്ട് നമുക്ക് ഇളനീൻ വെട്ടിത്തരാണ് കേട്ടോ. തെങ്ങും മുറിച്ചപ്പോൾ ഒരുപാട് ഇളനീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി കുടിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോഴത്തെ ക്ലൈമറ്റ് നല്ല ചൂടാണ്. അപ്പോൾ ഒരുപാട് വെള്ളവും അതുപോലെ തന്നെ ഇതുപോലുള്ള ഇളനീരൊക്കെ കുടിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ എന്തായാലും വീട്ടിൽ ഇളനീരുള്ള സ്ഥിതിക്ക് അതൊക്കെ ഒന്ന് 2-3 എണ്ണമൊക്കെ വെട്ടി നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇത് നല്ല ഇളനീർ എന്ന് പറയാനായിട്ടില്ല, എന്നാൽ തേങ്ങയുമായിട്ടില്ല, എന്നാൽ വെള്ളത്തിൻ്റെ ടേസ്റ്റിന് കുറവൊന്നുമില്ല കേട്ടോ. നല്ല ഇളനീരിൻ്റെ ടേസ്റ്റ് തന്നെയാണുള്ളത്. പക്ഷേ ഉള്ളിൽ ഇങ്ങനെ നമ്മൾ പൊളിച്ച് നോക്കുമ്പോൾ ഇതുപോലെ ഇളനീരിൻ്റെ ആ ഒരു പാകം കഴിഞ്ഞിട്ടുമുണ്ട്, എന്നാൽ നാളികേരത്തിലേക്ക് എത്തിയിട്ടില്ല എന്നൊരവസ്ഥയാണ്. ഈ ഒരു പരുവത്തിൽ വരുന്ന നാളികേരമൊക്കെ നമ്മൾ വെല്ലം കൂട്ടി കഴിക്കാറുണ്ട് കേട്ടോ. അത് നല്ല കിടിലൻ ടേസ്റ്റാണ്. അതിൻ്റെ ആ ഒരു രുചി ഇപ്പോഴും നാവിലുണ്ടെന്ന് തന്നെ പറയാം. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു വെല്ലം കൂട്ടി കഴിച്ച് നോക്കാനായിട്ട്. പക്ഷേ വെല്ലം എടുക്കാൻ പോകാനുള്ള മടി കൊണ്ട് ഞാൻ നാളികേരം മാത്രമാണ് കഴിച്ചത് കേട്ടോ. അതിനുശേഷം വീണ്ടും നമ്മൾ പറമ്പിലേക്ക് ഇറങ്ങി. പറമ്പിൽ കുറച്ചും കൂടി ഓല കെടുക്കുന്നുണ്ടായിരുന്നു വെട്ടാനായിട്ട്. ഞായറാഴ്ച ദിവസമാണ് ഇതുപോലുള്ള പണികളൊക്കെ ചെയ്യാനായിട്ട് എനിക്കൊരു സമയം ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മനെ ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് ഓലക്കൂടിയൊക്കെ ഞാൻ വെട്ടി മാറ്റി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ മടലൊക്കെ ഉണങ്ങാനായിട്ട് ഇടണം. അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യാൻ കേട്ടോ. കൂട്ടത്തിൽ മുണ്ട് എടുത്ത് അക്ഷയുണ്ട്. അവൻ ബാറ്റ് ഉണ്ടാക്കാനായിട്ട് മടൽ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വലിയ കവളി മടലൊക്കെ നോക്കി എടുത്തിട്ട് അത് നമ്മൾ പണ്ട് ബാറ്റും ബോളൊക്കെ കളിക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ടായിരുന്നു. ഇപ്പോഴത്തെ പിള്ളേർക്ക് അതൊന്നും ആവശ്യമില്ല. എങ്കിലും അവനിവിടെ ബാറ്റ് ഇല്ലാത്ത കാരണം കൊണ്ട് അവൻ അത് ഉണ്ടാക്കാനായിട്ടുള്ള തന്ത്രപ്പാടിൽ ഇങ്ങനെ പരതി നടക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഓലയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് ബാക്കിയുള്ള ചൂല് ഒഴിയാനായിട്ട് മാറ്റി കൊണ്ടുവയ്ക്കുകയാണ്. അതിനുശേഷം കൂളിയൊക്കെ കഴിഞ്ഞു ഉച്ചഭക്ഷണം കഴിക്കാൻ പോവാണ്. ഉച്ചഭക്ഷണത്തിന് ഇന്ന് അധികം വിഭവങ്ങളൊന്നുമില്ല. മീൻകറി ഉണ്ട്, അതുപോലെ തന്നെ ചിക്കൻ കറി ഉണ്ട്, പിന്നെ രസം, അച്ചാറ്, പപ്പടം, ഇഞ്ചുംപുളി, ചോറ്, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് കേട്ടോ. കൂടുതലും വിഷുവിൻ്റെ സംഭവങ്ങളാണ് ഉള്ളത്. അപ്പോൾ അതൊക്കെ നമ്മൾ ചൂടാക്കി അതിനുശേഷം ഞാൻ നല്ല രസവും പപ്പടമൊക്കെ കൂടിയിട്ടാണ് കഴിച്ചത്. നല്ല ചൂട് ചോറിലേക്ക് രസം ഒഴിച്ച് പപ്പടമൊക്കെ കുഴച്ച് കുറച്ച് ഇഞ്ചുംപുളിയും ഒരു കഷ്ണം മീനും ഒരു കഷ്ണം ചിക്കനൊക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ലഞ്ച് കഴിച്ചു. അതിനുശേഷം നമ്മൾ കുറച്ച് നേരമൊക്കെ കിടന്ന് ഉറങ്ങിയിട്ടോ. ഏകദേശം ഒരു 3:30 ആയപ്പോഴാണ് പിന്നീട് ഉറക്കത്തിൽ നിന്ന് എണീച്ചത്. ഈ ആഴ്ചയിൽ അമ്മയ്ക്ക് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് നെസ്റ്റോയിലേക്ക് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വീട്ടിലേക്ക് അമ്മ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് കൂടുതലും തൃശ്ശൂരുള്ള നെസ്റ്റോയിൽ പോയിട്ടാണ് വാങ്ങിക്കാറുള്ളത്. മിക്കതും ഓഫറുള്ള സമയങ്ങളിൽ പോയിട്ടാണ് വാങ്ങിക്കാറുള്ളത്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിൽക്കാൻ വന്നുകൊണ്ട് തന്നെ നിവർത്തികേടില്ല, സാധനങ്ങളൊന്നും തേയാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആഴ്ച പോയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതൊട്ടും നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ നെസ്റ്റോയിലേക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ പിള്ളേർക്കൊക്കെ സ്കൂൾ പൂട്ടിയിരിക്കില്ല. അപ്പോൾ
ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ച് ഞാനും ചേട്ടനും അതുപോലെ തന്നെ പിള്ളേരും അമ്മയും കൂടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ദാ ഒരു സൈഡിൽ അമ്മയൊക്കെ റെഡിയായി, കല്യാണി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ അങ്ങനെ നേരെ നമ്മൾ നെസ്റ്റോയിലേക്ക് വെച്ച് പിടിക്കാൻ കേട്ടോ. അപ്പോൾ ഇപ്പോൾ പൂങ്കുന്നം റോഡൊക്കെ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്, നമുക്ക് ഈസി ആയിട്ട് പോകാം. പണ്ട് ഒടുക്കത്തെ ബ്ലോക്കായിരുന്നു. നമ്മൾ എത്താൻ വിചാരിച്ചതിനേക്കാളും 1 മണിക്കൂർ മുന്നേ വീട്ടിൽ നിന്ന് ഇറങ്ങിയാലാണ് നെസ്റ്റോയിൽ കറക്റ്റ് സമയത്തിന് എത്തുള്ളൂ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കേട്ടോ, ഇപ്പോൾ നല്ല സൂപ്പർ റോഡാണ്, ഒരു ബ്ലോക്കോ കാര്യങ്ങളോ ഇല്ല. നമുക്ക് കിടിലനായിട്ട് തന്നെ വേഗം നെസ്റ്റോയിൽ എത്താം. അവിടെ ചെന്നപ്പോൾ ഓഫറും കാര്യങ്ങളൊന്നും വലുതായിട്ട് കണ്ടില്ല, ഒരുപാട് സാധനങ്ങളും നമുക്ക് വാങ്ങിക്കാനായിട്ട് ഉണ്ടായിരുന്നില്ല ഇത്തവണ. വളരെ കുറച്ച് സാധനങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ, അതൊക്കെ നമ്മൾ വാങ്ങിച്ചു. പുതിയ പുതിയ പ്രൊഡക്ട്സ് എന്ന് പറയാനായിട്ടൊന്നുമില്ല, ആസ് യൂഷ്വൽ നമ്മൾ കാണുന്ന പഴയ നെസ്റ്റോ തന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അത്യാവശ്യത്തിന് കുറച്ച് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇനി ഇത് 1 മാസമൊക്കെ ഓടും. അതിനുശേഷം പിന്നെ അടുത്ത മാസത്തിലാണ് നമ്മളിതുപോലെ നമുക്ക് എന്തെങ്കിലും സമയം കിട്ടുമ്പോൾ വല്ല ഓഫറൊക്കെ ഉണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് പോയി വാങ്ങിക്കാറുള്ളത് കേട്ടോ. പിന്നെ ഫുഡിൻ്റെ ആ ഒരു സെക്ഷൻ എത്തിക്കഴിഞ്ഞാൽ അക്ഷയ് നേരെ ഇതുപോലുള്ള സംഭവങ്ങളുടെ അടുത്തേക്കൊക്കെ വരും. അപ്പം ഞങ്ങൾ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഏകദേശം എല്ലാത്തിൽ നിന്നും ഓരോന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എല്ലാ ഐറ്റംസും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇഷ്ടപ്പെട്ടതിൽ നിന്ന് 1-2 ഐറ്റംസൊക്കെ നമ്മൾ വാങ്ങിച്ച് ഷെയർ ചെയ്ത് കഴിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞായറാഴ്ച ആണെങ്കിൽ കൂടി നെസ്റ്റോയിൽ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഓഫർ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം എന്ന് വിചാരിക്കുകയാണ്. എന്തായാലും നമ്മളവിടെ നിന്ന് കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു, അതുപോലെ തന്നെ കുറച്ച് ജ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഇത് നിൽക്കുന്നത് ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലാണ്. ഇനി അവിടെ നിന്ന് കുറച്ച് ഫ്രൂട്ട്സും അതുപോലെ തന്നെ കുറച്ച് വെജിറ്റബിൾസും ഒക്കെ വാങ്ങിക്കണം. അത് വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ ടൗണിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ഇത് പൂങ്കുന്നത്താണ് നെസ്റ്റോ വരുന്നത്. അപ്പോൾ കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ടും അതുപോലെ തന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു. എപ്പോൾ പോവുകയാണെന്നുണ്ടെങ്കിലും കല്യാണിനെ ഈ ഒരു ട്രോളിയിൽ കയറ്റി ഇരുത്തി കഴിഞ്ഞാൽ പിന്നെ അവളവിടെ കുറച്ച് നേരം ഇരുന്നോളും, നമ്മൾ പർച്ചേസൊക്കെ കഴിയുന്നവരെ. പർച്ചേസ് കഴിഞ്ഞ് ബില്ലിംഗ് സെക്ഷനിൽ എത്തിയാലാണ് പിന്നീട് അവൾക്ക് അങ്ങോട്ടൊരു എനക്കുണ്ടാവുക, കാരണം അവിടേക്ക് ഇറങ്ങണം, കാരണം അവിടെ ഒരുപാട് മിഠായും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും. പിന്നീട് അത് വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള വാശിയാണ്. പിന്നെ ഞാൻ ഒരു വിധത്തിൽ പറഞ്ഞ് പാർക്കിലൊക്കെ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് ബില്ലിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ. എങ്കിലും നല്ല വാശിയായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം അത് ശ്രദ്ധിക്കാതിരുന്ന് കഴിഞ്ഞാൽ ആ വാശി അങ്ങോട്ട് മാറിപ്പോക്കോളും. ആൾ ഇപ്പോഴും നല്ല കരച്ചിലായിരുന്നു കേട്ടോ. നമ്മൾ ട്രോളി നമ്മുടെ കാറിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ ചെറിയ ചെറിയ കിറ്റുകളിൽ നമ്മൾ ഇതുപോലെ വലിയൊരു കവറിലേക്ക് ആക്കിയിട്ട് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് ഈസി ആയിരിക്കും. നേരെ നമ്മൾ കാറിൽ കയറി ഇനി നേരെ നമ്മൾ വടക്കുന്നാഥൻ്റെ അവിടേക്കാണ് പോകുന്നത്. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും അത്യാവശ്യം ഒരു മഴക്കാർ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. മഴ പെയ്യുമെന്ന് ചെറിയൊരു പേടിയുണ്ടായിരുന്നു. പൂരമായതുകൊണ്ട് തന്നെ വടക്കുന്നാഥനിലൊക്കെ നല്ല തിരക്കാണ്. പാർക്കിൽ പക്ഷേ വലിയ തോതിലുള്ള ഒരു തിരക്ക് കണ്ടില്ല, പക്ഷേ എക്സിബിഷൻ്റെ അവിടെയൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. തിരിച്ച് നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം വീട്ടിലേക്ക് പോരുകയാണ്. പോരുന്ന വഴിക്ക് ഒരു ജ്യൂസ് കടയിൽ കയറിയിട്ട് ചെറുതായിട്ട് ലൈറ്റായിട്ട് കുറച്ച് ജ്യൂസും പിള്ളേർക്ക് ഷേക്കും അതുപോലെ തന്നെ ഒരു ഷവർമയും കാര്യങ്ങളൊക്കെ കഴിച്ചു. അതിന് ശേഷമാണ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഞായറാഴ്ച ഇങ്ങനെ അങ്ങോട്ട് പോയി കുറച്ച് പണികളും അതുപോലെ തന്നെ കുറച്ച് പർച്ചേസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം അവസാനിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഈ ഒരു സൺഡേയിലത്തെ വിശേഷങ്ങൾ. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ്. പിള്ളേരും ഹാപ്പി, ഞങ്ങളും ഹാപ്പി ആയിരുന്നു. എന്തായാലും ഫൈനലി നമ്മുടെ ഈ ഒരു സൺഡേയുടെ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു കിട്ടിലെ വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ബൈ.